നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാഷെ ഒന്ന് ജയിക്കാനുള്ള മാർക്ക് കിട്ടുമോ? ഒരു 18 മാർക്ക് അല്ലെങ്കിൽ ഒരു 30 മാർക്ക്, 18 അല്ലെങ്കിൽ 30 മാർക്ക് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാവോ? അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. മാക്സിമം ഷെയർ ചെയ്തേക്കുക. 18 മാർക്ക് അല്ലെങ്കിൽ ജയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം, എങ്ങനെയെങ്കിലും ജയിച്ചാൽ മാത്രം മതി എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് താണ്ട ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തുകൊണ്ട് പോവുക. ആദ്യം ഗോസസ് തിയറം അതിന്റെ പ്രൂഫ് 3 ആപ്ലിക്കേഷൻസ്. ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ക്വസ്റ്റ്യൻ ആണ്. 2 കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരൽ, രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ആണ്. 3 വീൻസ്റ്റൺസ് ബ്രിഡ്ജും കിർച്ചോഫ് ലോയും ഓംസ് ലോയുടെ പഠിക്കുക, മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന്. 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ബയോട്ട് സാവാർട്സ് ലോയുടെ സർക്കുലർ ലൂപ്പും ആംബിയർ സർക്യൂട്ടൽ തിയറവും പഠിക്കുക. 5ാമത്തെ ചാപ്റ്ററിനകത്തുനിന്ന് ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം നിർബന്ധമായിട്ടും പഠിക്കുക. 6ാമത്തെ ചാപ്റ്ററിനകത്തുനിന്ന് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ മോഷണൽ EMF പഠിക്കുക. 7ാമത്തെ ചാപ്റ്ററിനകത്തുനിന്ന് LCR സർക്യൂട്ടും പവർ ഫാക്ടറും ഇംപിഡൻസും പഠിക്കുക. 8ാമത്തെ ചാപ്റ്ററിനകത്തുനിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ യൂസസും പ്രൊഡക്ഷനും പഠിക്കുക. 9ാമത്തെ ചാപ്റ്ററിനകത്തുനിന്ന് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസവും ലെൻസ് മേക്കേഴ്സ് ഫോർമുലയും മിറർ ഫോർമുലയും സിമ്പിൾ മൈക്രോസ്കോപ്പും നിർബന്ധമായിട്ട് പഠിക്കുക. 10ാമത്തെ ചാപ്റ്ററിനകത്തുനിന്ന് ഹൈജീൻസിന്റെ പ്രിൻസിപ്പിൾ റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യുന്നത് നിർബന്ധമായിട്ടും പഠിക്കുക. 11 ഡ്യുവൽ നേച്ചറിനകത്തുനിന്ന് മെത്തേഡ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ, 4 തരം എമിഷൻ ഉണ്ട്, അത് വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അതുപോലെ അതിനകത്ത് ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെയും കട്ട് ഓഫ് പൊട്ടൻഷ്യലിലേക്ക് വെച്ചുള്ള ഗ്രാഫുകൾ പഠിച്ചുകൊണ്ട് പോവുക. ആറ്റംസ് ന്യൂക്ലിയയിൽ നിന്ന് ബോറിന്റെ പോസ്റ്റ്ലേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാസ് ഡിഫക്റ്റ് ബൈൻഡിങ് എനർജി പഠിച്ചുകൊണ്ട് പോവുക. ലാസ്റ്റ് ചാപ്റ്റർ സെമി കണ്ടക്ടേഴ്സിൽ നിന്ന് റെക്ടിഫയറും ഇമ്പോർട്ടൻറ്റ് എനർജി ബാൻഡ്സ് ഇൻ സോളിഡ്സും നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് പോവുക. ഹാഫ് വേ റെക്ടിഫയറും ഫുൾ വേ റെക്ടിഫയറും അതിനകത്തുള്ളതാണ്. ഇത്രയെങ്കിലും നമ്മൾ പഠിച്ചില്ലെങ്കിൽ, കാരണം ആയിരക്കണക്കിന് ടോപ്പിക്സിൽ നിന്നാണ് വളരെ കുറച്ച് ടോപ്പിക്സ് വന്നിരിക്കുന്നത്. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചാൽ നിങ്ങൾക്ക് 18 മാർക്ക് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് കിട്ടും. വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകണം, അന്നേരം ജയിക്കാൻ ഉറപ്പിക്കാമല്ലോ അല്ലേ? നെവർ എവർ ഗിവ് അപ്പ്.